വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഡോക്ടർ ഷമീർ കെ മുഹമ്മദ്, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ KM അബ്ദുൾ മജീദിൻ്റെ കുടുംബാംഗമാണ്. ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ PhD നേടിയ അദ്ദേഹം ജയ്ഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിൻ്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ സംസ്ഥാന അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കണം. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നിൽക്കുന്ന ഈ ഒരു വേളയിൽ വളരെ ദുഃഖത്തോടുകൂടി കാണുന്ന ഒരു കാര്യം, എന്ത് കാരണം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത്? നമ്മുടെ വാല്യുബിളായിട്ടുള്ള റിസോഴ്സസ്, സ്പൈസസ് ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. അതിനവർ പ്രവർത്തിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇത് നമ്മളുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്തിന് ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ യൂത്തിന് മുഴുവൻ പുറം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷൻ ഇന്നും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഏതുവിധേനയും ചെറുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ലൊരു നേതൃത്വം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അതിനുള്ള എല്ലാവിധ ഒരു കഴിവും ആർജവും ഒരുപാട് സ്ട്രാറ്റജിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ പോളിസീസ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ടെക്നോക്രാറ്റും ഒരു ഓൺടർപ്രണറും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ചന്ദ്രശേഖരൻ സാറിന് ആ പോളിസീസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിലയിൽ രാജ്യപുരോഗതിയുടെ ഭാഗമായിട്ട് ഞാൻ അതിന് കാണുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ബിജെപിയുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു രണ്ട് വെളിച്ചത്തിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വഴി തിരിച്ചുവിടുന്ന രീതിയിലുള്ള പല മൗലികവാദങ്ങളും മറ്റുമൊക്കെയാണ് നടന്നു പോകുന്നത്. അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല. അപ്പോൾ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ മതമൗലികവാദം കൊണ്ടോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതൊരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്തതായിട്ട് ആരും അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രം എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും ഗുണകരമല്ല. പിന്നെ ഇവിടുത്തെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഒരിക്കലും മൗലികവാദികളാവരുത്. മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സെക്യുലറിസം കൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ടും ചന്ദ്രശേഖരൻ സാറിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിയുറച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. Thank you for watching.